താമരശ്ശേരിയിലെ മാലിന്യ സംസ്കരണ പ്ലാൻ ഫ്രഷ് കട്ട് തുറന്നതോടെ പ്രദേശത്ത് വീണ്ടും രൂക്ഷഗന്ധം ഉയരുന്നതായി നാട്ടുകാർ. കഴിഞ്ഞ രാത്രിയോടെയാണ് ഫ്രഷ് കട്ട് വീണ്ടും തുറന്നത്. പ്ലാൻ തുറക്കുന്നതിന് ആവശ്യമായ സുരക്ഷ നൽകാൻ ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ചുറ്റുമുള്ള 300 മീറ്റർ ദൂരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്ലാൻ തുറന്നതോടെ സമരം ശക്തമാക്കുവാനുള്ള നീക്കത്തിലാണ് സമരസമിതി. സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ. സാനിയോ, ഗുഡ് മോർണിംഗ്. ആ പ്രദേശത്ത് എന്തായാലും രൂക്ഷഗന്ധമുയർന്ന് പ്രദേശവാസികൾക്ക് ആകെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിട്ടുള്ള സമരമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നാളെ മഹാറാലി അടക്കമുള്ള നീക്കം നടക്കുമ്പോൾ, സമരം ശക്തമാക്കാനുള്ള നീക്കത്തിലേക്ക് അടക്കം കാര്യങ്ങൾ കടക്കുമ്പോൾ ഈ പ്രദേശത്തുണ്ടാകുന്ന ഈ പ്രശ്നത്തിന് ഇനി എങ്ങനെ പരിഹാരമായിരിക്കും, അല്ലെങ്കിൽ അവരെന്താണ് കാണാൻ ഉദ്ദേശിക്കുന്ന പ്രതിഷേധമൊക്കെ? അതായത് ഗുഡ് മോർണിംഗ് ശ്രുതി. അതായത് ഫ്രഷ് കട്ടിൽ വീണ്ടും തുറന്നതോടുകൂടി വലിയ രൂക്ഷഗന്ധം ഉണ്ടാകുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. മിനിഞ്ഞാന്ന് രാത്രി മുതലാണ് ഫ്രഷ് കട്ട് പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നാണ് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർമാരിൽ ഒരാളായ സുജീഷ് നമ്മളോട് പറയുന്ന സാഹചര്യമുണ്ടായത്. അതേ രാത്രി തന്നെ വലിയ തരത്തിലുള്ള ദുർഗന്ധം അവിടെ നിന്ന് അനുഭവപ്പെട്ടിരുന്നു എന്നാണ് ഇന്നലെ സ്ത്രീകൾ നമ്മൾ ചെന്നപ്പോൾ വ്യാപകമായ പരാതി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ 4 മണി മുതലാണ് സമരം പുനരാരംഭിച്ചത്. ഹൈക്കോടതിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് അവിടെ സമരം ചെയ്യുന്നത്. കാരണം അവിടെ നിരോധനാജ്ഞ 200 മീറ്റർ ചുറ്റളവിൽ നിരോധനാജ്ഞ നിലവിലുണ്ട്. മാത്രവുമല്ല, അവിടെയൊന്നും പഴയ സമരപ്പന്തലുണ്ടായത് പൊളിച്ചു നീക്കി കുറച്ചുകൂടി ദൂരേക്ക് മാറ്റണമെന്നുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സമാധാനപരമായിരിക്കുന്ന സമരമാണ് ഞങ്ങൾ ചെയ്യുക എന്നാണ് ഇന്നലെ സ്ത്രീകളടക്കമുള്ള ആളുകൾ നമ്മളുമായി പറഞ്ഞത്. നാളെ ഏതായാലും മഹാറാലി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത് വീണ്ടും ഫ്രഷ് കട്ട് തുറന്നതോടുകൂടി സമരം വ്യാപിപ്പിക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം എന്നുള്ളതാണ്. സ്ത്രീകളടക്കമുള്ള ആളുകളാണ് ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അവർ പറയുന്നത് അക്രമാസക്തമായ സമരത്തിൽ തങ്ങൾക്ക് ഒരു പങ്കുമില്ല, അതിലാരൊക്കെയോ നുഴഞ്ഞു കയറിയത് തന്നെയാണെന്നാണ് സ്ത്രീകളും കുട്ടികളും നാട്ടുകാരും അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും ഇന്നലെ 4 മണി മുതൽ സമരം തുടങ്ങിക്കഴിഞ്ഞു. നാളെ ഇപ്പോൾ മഹാറാലി കൂടിയാവുമ്പോൾ സമരത്തിൻ്റെ രൂപം മറ്റൊരു തരത്തിലേക്ക് മാറുകയാണ്. ഓക്കെ, സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്.